ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഒരുപാട് വിദ്യാർത്ഥികൾ മാറി മാറി വിളിക്കുന്നുണ്ട്. മക്കളെ, ഇതാണ് ജസ്റ്റ് 5 മിനിറ്റിനകത്ത് ഞാൻ തീർക്കാം. നിങ്ങൾ എത്രയൊക്കെ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിലും ഏതൊക്കെ വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിലും 5 മിനിറ്റിനുള്ളിൽ എന്താണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, എന്താണ് ഇപ്പോൾ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ കീമിന്റെ വെബ്സൈറ്റിൽ എന്ന് കൃത്യവും വ്യക്തവുമായിട്ട് ഞാൻ പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒരുപാട് വിദ്യാർത്ഥികളിലേക്ക് എത്തേണ്ടതുണ്ട്. ഇതേ കൺഫ്യൂഷനോട് കൂടി അറിയാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ. അതോടൊപ്പം KQ എഞ്ചിനീയറിംഗിന്റെ കംപ്ലീറ്റ് S1 S2 സ്റ്റഡി മെറ്റീരിയൽസ് റെഡിയാവുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ലോഞ്ച് ചെയ്യും. അതും നിങ്ങൾക്ക് ആക്സസ് വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഡയറക്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, കീം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം, ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ടാവും. അത് കഴിഞ്ഞിട്ട് കൂടുതൽ ബെറ്റർ കോളേജുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇതുവരെയും അലോട്ട്മെന്റുകളിൽ ഒന്നും പരിഗണിക്കപ്പെടാതെ കിട്ടാതെ, സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും കിട്ടാത്ത കുട്ടികളുണ്ടാവും. ഇനി മൂന്നാമത്തെ എന്താണ്? സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു, അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തില്ല, 2000 രൂപ അടച്ചില്ല, 2000 അല്ല 8000 രൂപ അല്ലെ 8000 രൂപ അടച്ചില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ കൃത്യമായിട്ടുള്ള കോളേജും ഇഷ്ടപ്പെട്ട കോളേജും ഒരു കോളേജും തന്നെ കിട്ടാതെ ഒക്കെ അവസ്ഥ വന്നിട്ടുണ്ട്. ഇവർക്കെല്ലാം വേണ്ടി ഇത്തവണ CE, അതായത് പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന ഏറ്റവും അവസാനത്തെ അലോട്ട്മെന്റ് പ്രൊസീജിയർ ആണ് ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, 2026 എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് വേണ്ടി സെൻട്രലൈസ്ഡ് ആയിട്ട്, കേന്ദ്രീകൃതമായിട്ട് നടത്തുന്ന ഏറ്റവും അവസാനത്തെ അലോട്ട്മെന്റ് പ്രൊസീജിയറാണ്. അപ്പോൾ ഇപ്പോൾ സ്ട്രേ വേക്കൻസി അങ്ങനെ നമുക്ക് ഡൗട്ടാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്ന ഒരൊറ്റ പ്രൊസീജിയർ മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. അത് പ്രധാനപ്പെട്ട ഈ പറയുന്ന ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ അവരുടെ സൈറ്റുകളിൽ അവരുടെ ഒഴിവുകൾക്കനുസരിച്ച് നടത്തുന്ന ഏറ്റവും ലാസ്റ്റ് പ്രൊസീജിയറാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നോക്കുക, ഇവിടെ 27/7, അതായത് ഇന്ന് മുതൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 30-ാം തീയതി വരെ ഇതിന്റെ പ്രൊസീജിയേഴ്സ് നീണ്ടു നിൽക്കും. അപ്പോൾ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പുതുതായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം എന്ന് പറയുന്ന വളരെ വലിയൊരു അവസരമാണ്. ആരൊക്കെയാണ് ചെയ്യേണ്ടത്? 3-ാം ഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായിട്ട് നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. അതായത് പ്രവേശന പരീക്ഷാ കമ്മീഷണർ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിലൂടെ അർഹരായ വിദ്യാർത്ഥികളാണ് ഇതിൽ എന്ത് ചെയ്യുക, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി 30/7/2026 ജൂലൈ 30 ഈ മാസം അവസാനത്തിൽ 11:59 വരെ, അതായത് രാത്രി 11:59 വരെ നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. ആരൊക്കെ ചെയ്യണമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ നോക്കാം, 3 ഘട്ടങ്ങളിലെയും, അതായത് മുൻ ഘട്ടങ്ങളിലെ അലോട്ട്മെന്റുകളിൽ ഏതൊക്കെ വന്നു? ട്രയൽ വന്നു, ട്രയൽ ജസ്റ്റ് വിടുക, ഫസ്റ്റ് വന്നു, സെക്കൻഡ് വന്നു. ഈ അലോട്ട്മെന്റ് പ്രകാരം അഡ്മിഷൻ നേടിയവരും, അഡ്മിഷൻ നേടി പക്ഷെ എന്താണ്, മറ്റൊരു ബെറ്റർ കോളേജ് വേണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും, ഇതുവരെ അലോട്ട്മെന്റ് ഒരിടത്തും ഒരു കോളേജിലും, ഫസ്റ്റിലോ സെക്കൻഡിലോ ഒരു കോളേജിലും പരിഗണിക്കപ്പെടാത്തവർക്കും ഈ ഘട്ടത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് എന്ത് ചെയ്യാം, അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഈ തേർഡ് അലോട്ട്മെന്റ്, ഈ ഫൈനൽ ഫേസ് അലോട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അലോട്ട്മെന്റിന് മുമ്പ് എങ്ങനെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതേ രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ പുതുതായിട്ടുള്ള ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ. ഇപ്പോൾ ഇതുവരെ ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടാത്ത ബെറ്റർ കോളേജ് വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി അഡ്മിഷൻ പോവില്ല, അവിടെ എന്തായാലും ഇനി കിട്ടിയില്ല എങ്കിൽ പോലും അവിടെ നിലനിൽക്കുമെന്ന് മനസ്സിലാക്കാം. പക്ഷേ ബെറ്റർ കോളേജിന് വേണ്ടി നിങ്ങൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്ത് തേർഡ് അലോട്ട്മെന്റ് വഴി ഒരു ബെറ്റർ കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയി ചേരാതിരിക്കാൻ പറ്റില്ല. സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജ് പോകും. അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഇതുവരെ കിട്ടിയ കോളേജിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഒരു കോളേജാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് പുതുതായിട്ടുള്ള ഓപ്ഷൻ രജിസ്റ്ററിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഇതുവരെ കിട്ടാത്തവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയ ഓർഡറിൽ അതിൻ്റെതായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പുതിയ ഓൺലൈൻ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിക്കുകയും നിശ്ചിത സമയത്തിനകം അലോട്ട്മെന്റ് ലഭിച്ച കോളേജുകളിലേക്ക് പ്രവേശനം നേടുകയും ചെയ്തില്ല എങ്കിൽ മുൻഘട്ടങ്ങളിൽ ലഭിച്ച കോളേജുകളും റദ്ദാക്കപ്പെടുന്നതാണ്. മനസ്സിലായോ? അതായത് ഇതിൽ കിട്ടിയാൽ പോയി ചേർന്നാലേ പറ്റുള്ളൂ. അവസാനത്തെ കണ്ണിയാണ്. അതുകൊണ്ട് തെറ്റ് കാണിച്ച് മറ്റൊരു കോളേജിലേക്ക് പോകാനും പാടില്ല, തെറ്റ് കാണിച്ച് കൊടുക്കാതിരിക്കാനും പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായി ഈ ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും കഴിഞ്ഞ ഘട്ടത്തിലെ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾ, നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ അഡ്മിഷൻ എടുക്കാത്ത 8000 രൂപ അടച്ച് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ ഇനി പരിഗണിക്കപ്പെടുന്നില്ല. അവർക്കും ഈ തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതുതായിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. അവിടെ 2000 രൂപയാണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ 2000 രൂപയാണ്. ഇവിടെയും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അലോട്ട്മെന്റ് കിട്ടുമ്പോൾ ആ കോളേജുകളിലെ ട്യൂഷൻ ഫീയിലേക്ക് ഇത് വകയിരുത്തുന്നതാണ്. അതുകൊണ്ട് ഈ 2000 രൂപ പോകുമെന്ന് വിചാരിക്കരുത്. ഇനി അഥവാ
കിട്ടിയില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള റീഫണ്ട് അതിന്റെ ഓപ്ഷൻസ് ഒരിടത്തും കിട്ടിയില്ലെങ്കിൽ എന്നാണ്. ഒരിടത്തും കിട്ടിയില്ലെങ്കിൽ, കിട്ടിയിട്ട് പോയി എടുക്കാതിരുന്നാൽ എന്നല്ല. സോ എന്താണ്, അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഡേറ്റുകളിലേക്ക് വരാം. 27-ാം തീയതി തുടങ്ങുന്നു, 30-ാം തീയതി വരെ സമയമുണ്ട്. 3-ാം തീയതിയാണ് ട്രയൽ അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് ട്രയൽ അലോട്ട്മെന്റ് വരുന്നത്. ദെൻ ഫൈനൽ തേർഡ് അലോട്ട്മെന്റ് 5-ാം തീയതി, ഓഗസ്റ്റ് 5-നാണ്. ഓഗസ്റ്റ് 10 വരെ നിങ്ങൾക്ക് ഈ പറയുന്ന തേർഡ് അലോട്ട്മെന്റ് വഴി കിട്ടുന്ന ഫൈനൽ കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കാം. അതിനുശേഷം ക്ലാസ്സുകൾ തുടങ്ങും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഓഗസ്റ്റ് 10-ന് ശേഷം എന്താണ് ഇത്തവണ AICTE റൂൾ പ്രകാരം KTU ക്ലാസ്സുകൾ തുടങ്ങും. പല മാനേജ്മെന്റ് കോളേജുകളും അതിനു മുമ്പ് തന്നെ ഓറിയന്റേഷൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പുതുതായി ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാത്തവരെയും പിന്നെ ആർക്കിടെക്ചർ ആണ് ഈ ഘട്ടത്തിലെ അലോട്ട്മെന്റിൽ ഒരു കാരണവശാലും പരിഗണിക്കപ്പെടുന്നില്ല. അപ്പോൾ അലോട്ട്മെന്റിൽ പരിഗണിക്കപ്പെടണമെങ്കിൽ നേരെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് ബെറ്റർ കോളേജ് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ പേയ്മെന്റ് ചെയ്ത് OTP ഒക്കെ ചെയ്ത് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി കിട്ടിയിട്ട് പോയി എടുക്കാതിരുന്നാൽ പണിപാളും. ബെറ്റർ കോളേജുകൾ കിട്ടിയവരാണെങ്കിൽ ബെറ്റർ കോളേജുകൾ മാത്രം എന്ത് ചെയ്യുക, ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. അവസാനത്തെ അവസരമാണ്. ഇത് കഴിഞ്ഞിട്ട് കണ്ടില്ല, കേട്ടില്ല, അല്ലെങ്കിൽ തെറ്റിപ്പോയി എന്നൊന്നും പറയരുത്. ഡീറ്റെയിൽഡ് വീഡിയോയും നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് നാളെ രാവിലെ മുതൽ ഞങ്ങൾ ഉണ്ടാവും. മടിക്കേണ്ട, മാക്സിമം ഷെയർ ചെയ്തോ, ലൈക്ക് ചെയ്തോ. ഓൾ ദി ബെസ്റ്റ്.